ഈ PWD റെസ്റ്റ് ഹൗസിൽ നമ്മൾ റൂം എടുക്കാൻ കാര്യം ഇവിടെ 600 രൂപ മാത്രമേ ഉള്ളൂ. ഈ വിശാലമായ ഈ റൂമിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് റൂമാണ്. AC റൂം വേണമെങ്കിൽ 1000 രൂപ കൊടുത്താൽ കിട്ടും. അതുപോലെ തന്നെ വലിയ സ്യൂട്ട് റൂം വേണമെങ്കിൽ 2000 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ഇത് പബ്ലിക്കിൽ എല്ലാവർക്കും ഒന്നും ഇത് അറിയില്ല. ഒരുപക്ഷെ പത്രത്തിലൊക്കെ വായിച്ചു കാണും. ഇപ്പോൾ ആർക്ക് വേണമെങ്കിൽ നമുക്ക് റൂം അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്തുകൊണ്ട് താമസിക്കാൻ സൗകര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ ഉച്ചയ്ക്ക് ഫുഡ് നമ്മുടെ കുടുംബശ്രീയുടെ ഫുഡ് കിട്ടും. വൈകിട്ടത്തെ ഫുഡ് മാത്രം നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഗവിയുടെ കവാടമായ ആങ്ങമൂഴിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ 5:30-ക്ക് ഗവി വഴി കുമളിക്ക് പുറപ്പെടുന്ന ആദ്യ വണ്ടി തന്നെ നമുക്ക് കയറാൻ സാധിച്ചു. പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ദിവസേന 3 സർവീസാണ് ഗവി വഴി കുമളിക്കുള്ളത്. രാവിലെ 5:30-ക്ക്, അതിനുശേഷം 6:30-ക്ക്, അതിനുശേഷം 12:30-ക്ക്. അപ്പോൾ ഫസ്റ്റ് ബസ്സിൽ തന്നെ നമ്മൾ കയറി. പത്തനംതിട്ടയിൽ നിന്ന് വിടുമ്പോൾ നല്ല ഇരുട്ടായിരുന്നു. പത്തനംതിട്ട, മൈലപ്ര, കുമ്പളാമ്പൊയ്ക, വടശ്ശേരിക്കര, പേഴുമ്പാറ, പെരുന്നാട്, ചിറ്റാറ്, സീതത്തോട്, അതിനുശേഷം ഇവിടെ ആങ്ങമൂഴിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ബ്രേക്ക് എടുക്കണം. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വളരെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് പോകുന്നത്. ഇനി വനത്തിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ആഹാര സാധനങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ അവർ KSRTC ജീവനക്കാരുൾപ്പെടെ എല്ലാവരും തന്നെ കഴിക്കാനൊക്കെ കയറിയിരിക്കുകയാണ്. അധികം തിരക്കൊന്നുമില്ല. ഇപ്പം നല്ല ചൂട് സമയമായതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ്. കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഗവിയിലോട്ട് ഒന്ന് പോകാം. പല പ്രാവശ്യം പോയിട്ടുള്ളതാണ്. വീണ്ടും ഒന്നുകൂടെ പോകാം എന്ന് വിചാരിച്ചു. വനത്തിൽ കൂടെ ഒരു യാത്ര ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഒരു കുളിർമ, ഒരു തണുപ്പൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിറങ്ങിയതാണ്. പക്ഷെ പറയത്തക്ക വലിയ മഞ്ഞോ ഒന്നും തന്നെ ഇല്ല. അതേ ക്ലൈമറ്റ് തന്നെ. ചെറിയൊരു ചൂടിൻ്റെ കുറവ് മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. അങ്ങനെ ഉള്ളിൽ വനത്തിലോട്ട് കയറിയില്ല. നമ്മളങ്ങോട്ട് ഇപ്പോഴും മൂഴിയാറിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബസ്. പക്ഷേ വനത്തിൽ പോകുമ്പം നല്ലൊരു രസമാണ്. പണ്ട് ഈ ഗവിയിലോട്ടുള്ള യാത്രക്കാരുടെ തിരക്ക് തുടങ്ങുന്നത് ഏകദേശം 2012-ന് ശേഷമാണ്. അതിനു മുമ്പും പത്തനംതിട്ട ജില്ലയിലുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ ഗവിയെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരൊക്കെ. പക്ഷേ 2012-ൽ ഓർഡിനറി എന്ന് പറയുന്ന മലയാള സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് മലയാളികൾ മുഴുവൻ, അതിനുശേഷം വിദേശികളും എല്ലാവരും അറിഞ്ഞു. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടെ സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. എക്കോ ടൂറിസം ഏറിയയാണ്. തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ ഒരു പ്രദേശമാണ് ഈ ശബരിഗിരി പ്രൊജക്റ്റിൻ്റെ ഈ ഡാമുകളുള്ള മൂഴിയാറും കൊച്ചുപമ്പയും പമ്പയും കക്കിയും എല്ലാം ഡാമുകൾ അടങ്ങുന്ന ഈ പ്രദേശം. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് മൂഴിയാർ ഡാമാണ്. ഇതാ കാണുന്നത് മൂഴിയാർ ഡാമിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇപ്പോൾ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഒരു അനുഭവമാണ്. ഡാമിൻ്റെ ഒരു സൈഡിൽ വെള്ളം കിടക്കുന്നു, മറ്റേ സൈഡിൽ മരങ്ങളൊക്കെ നിൽക്കുന്നു. പത്തനംതിട്ടയിൽ നിന്ന് ദിവസേന 3 സർവീസ് ഉള്ളതിൻ്റെ കൂട്ട് തന്നെ കുമളിയിൽ നിന്നും ഗവി വഴി പത്തനംതിട്ടയ്ക്ക് ദിവസേന 3 സർവീസ് ഉണ്ട്. അതും രാവിലെ 5:30-ക്ക്, 6:30-ക്ക്, അതുപോലെ ഉച്ചയ്ക്ക് 12:30-ക്ക്. പത്തനംതിട്ടയിൽ നിന്ന് ഗവിയിലോട്ടുള്ള ദൂരം ഏതാണ്ട് 110 കിലോമീറ്ററാണ്. അതുപോലെ വണ്ടിപ്പെരിയാറിൽ നിന്ന് 14 കിലോമീറ്ററും കുമളിയിൽ നിന്ന് 28 കിലോമീറ്ററും ദൂരമാണ് ഗവിയിലോട്ടുള്ളത്. അതുപോലെ ഗവി എന്ന് പറയുന്ന സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിലെ സീതത്തോട് പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. ഗവി അതുപോലെ തന്നെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമാണ്.
നമ്മൾ കാറിൽ വേണേൽ നമുക്ക് യാത്ര ചെയ്യാം, ജീപ്പിലൊക്കെ യാത്ര ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് 25 രൂപയും വാഹനത്തിന് 50 രൂപയും പ്രവേശന ഫീസ് നമ്മളിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. അതുപോലെ ക്യാമറയ്ക്ക് 25 രൂപയും വീഡിയോ ക്യാമറയ്ക്ക് 100 രൂപയും നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. നമ്മൾ KSRTC ബസ്സിൽ വരികയാണെങ്കിൽ ആരും തന്നെ ഈ കാര്യങ്ങളൊന്നും ചോദിക്കാറുമില്ല. നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു നല്ലൊരു സീനറി ഉള്ളൊരു ഏരിയയാണ് ഡാമിൻ്റെ സൈഡ്. നമ്മളിവിടെ നിർത്തി ഇവിടുത്തെ സീനറിയൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ച് ഇവിടെ ബസ് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ല മനോഹരമായ ദൃശ്യങ്ങൾ നമുക്കിപ്പം കാണാൻ സാധിക്കുന്നു. നല്ല തണുത്ത ശുദ്ധമായ ജലം. ഇവിടെ യാതൊരു മാലിന്യങ്ങളും ഇല്ലെന്ന്. ഡാമിലെ വെള്ളം വേണേൽ നമുക്ക് കുടിക്കാം, അത്രയും ശുദ്ധമായ വെള്ളമാണ് ഇവിടുത്തെ. അതുപോലെ ശുദ്ധമായ വായു എല്ലാം തന്നെ പരിശുദ്ധം. ഇവിടെ വന്യജീവികൾ മാത്രമേ ഉള്ളൂ. ആനകളും കാട്ടുപോത്തും കടുവയും എല്ലാം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പമ്പാ നദിക്കും പോഷക നദികൾക്കും ഏതാണ്ട് 11ഓളം ഡാമുകളാണുള്ളത്. പക്ഷെ നമുക്ക് എല്ലാ ഡാമുകളും ഈ യാത്രയിൽ കാണാൻ സാധിക്കില്ല. കുറേ ഡാമുകളൊക്കെ ജനവാസ കേന്ദ്രങ്ങളോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ കാണുന്ന കുറച്ച് ഡാമുകളാണ് ഉള്ളത്. അതിൻ്റെ റിസർവോയറും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ കാണുന്നത്. മൂഴിയാർ, ആനത്തോട്, കക്കി, കൊച്ചുപമ്പ, പമ്പ, ഗവി, ഇങ്ങനെ നിരവധിയായ ഡാമുകളാണ് നമ്മൾ ഈ വഴി യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ ഡാമിൻ്റെ മുകളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഒരു മൃഗങ്ങളെ പോലും നമുക്ക് കാണാൻ സാധിച്ചില്ല. നമ്മുടെ കേരളം മുഴുവൻ ഇപ്പോൾ ഈ ചൂട് കൂടിയത് കൊണ്ട് അതുപോലെ തന്നെ വനത്തിലും അതിനായിട്ടുള്ള ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞൊട്ടും തന്നെ ഇല്ല, ചൂട് കൂടിയിരിക്കുകയാണ്. പക്ഷേ ഈ പ്രദേശങ്ങളിലൊക്കെ വെള്ളം ധാരാളം ഉണ്ട് തന്നെ. എന്നാൽ കാട്ടുതീ വ്യാപകമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസം ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത് 10-ാം തീയതിയാണ്, മാർച്ച്. നാളെ തൊട്ട് ഇവിടെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്.
സഞ്ചാരികളെ അധികമായിട്ട് ഇവിടെ കയറ്റിവിടുന്നില്ല, അതോ പൂർണ്ണമായിട്ട് തടയുകയാണോ എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളില്ല. അപ്പോൾ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതുകൊണ്ട് ആൾക്കാർ ഇവിടെ വരികയാണെങ്കിൽ നേരത്തെ ഇവിടെ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇവിടെ വരുന്നതായിരിക്കും സൗകര്യം. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ അവസാന ഘട്ടത്തിലോട്ടായിരിക്കുകയാണ്. ഒരു മൃഗങ്ങളെയും കാണാൻ സാധിച്ചില്ല എന്ന വിഷമത്തോടുകൂടി നമ്മൾ അയ്യപ്പന്റെ പൂങ്കാവനത്തിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നൊരുക്കുകയാണ്. പമ്പയും ശബരിമലയും എല്ലാം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലൂടെ വന്ന് നമ്മൾ ഗവിയും കടന്ന് നമ്മൾ ഇടുക്കി ജില്ലയിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടിപ്പെരിയാറിൽ ഇറങ്ങുകയാണ്. വണ്ടിപ്പെരിയാറിൽ നിന്ന് വീണ്ടും കുമളിക്ക് കുറെ കൂടെ ദൂരമുണ്ട്. അപ്പോൾ വണ്ടിപ്പെരിയാറിൽ ഇറങ്ങി നമ്മൾ കുട്ടിക്കാനം വഴി മുണ്ടക്കയത്തിറങ്ങി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിനൊക്കെ എപ്പോഴും ബസ് കിട്ടും. ഈ കാണുന്നത് ഇവിടുത്തെ ശ്രീലങ്കൻ അഭയാർത്ഥികൾ താമസിക്കുന്ന വീടുകളാണ്. കുറേ വീടുകൾ ഈ ഗവിയിലുണ്ട്. അവർ പണ്ട് കാലത്ത് കേന്ദ്ര സർക്കാർ ഇവിടെ അവരെ കോളനി സ്ഥാപിച്ച് ഇവിടെ താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം ഈ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ഡിലേ ആയി. പ്രധാന കാര്യം ഈ പുറത്തു പോകാനുള്ള ചൂട് കൊണ്ടാണ്. നമ്മുടെ കേരളത്തിലെ വളരെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ചില യാത്രകൾ നടത്താൻ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അടുത്ത വീഡിയോ അധികം ഡിലേ ആകാതെ ഇടാൻ തന്നെ നോക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.